നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അവർക്ക് ഒന്നും അറിയില്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ഇത് പ്രതികരണം വന്നിരിക്കുന്ന അർജൻറ്റീൻ താരത്തിൻ്റെ ഭാഗത്താണ്. നിക്കോ ഗോൺസാലസ് ആണ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പ്രതികരിച്ചിരിക്കുന്നത്. ദേ ക്ലിയർലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. അവർക്ക് ഒന്നും മനസ്സിലായിട്ടില്ല, അവർക്കൊന്നും അറിയില്ല. ഫിഫയ്ക്കെതിരെയാണ് ഈ ഒരു പോസ്റ്റ്. ഇതിൻ്റെ കോണ്ടക്സ്റ്റ് എന്താണെന്നറിയോ? ഹുലിൻ ആൽവാരസിനെ ഫിഫ ബെസ്റ്റ് പ്ലെയർ അവാർഡിന് നോമിനേറ്റ് ചെയ്തിട്ടില്ല. നോമിനേഷൻ ലിസ്റ്റിൽ ഹുലിൻ ആൽവാരസ് ഇല്ല. അതോടൊപ്പം തന്നെ ഫിഫ വേൾഡ് 11 ആ ഒരു നോമിനേഷൻ ഉണ്ടല്ലോ, ഫോർവേഡ്മാരുടെ നോമിനേഷൻ, അതിലും ഹുലിൻ ആൽവാരസ് ഇല്ല. അതാണിപ്പോൾ നിക്കോ ഗോൺസാലസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒറ്റ നോട്ടത്തിൽ ഇത് ശരിയല്ലാത്തൊരു തീരുമാനമായി പോയില്ലേ എന്ന് തോന്നും. കാരണം മിന്നും ഫോമിലാണല്ലോ ഇപ്പോൾ ഹുലിൻ ആൽവാരസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ താരം ഇതിൽ ഒരു ഇടം അർഹിച്ചിരുന്നു എന്നാണ് ഒട്ടുമിക്ക ആളുകൾക്കും തോന്നുക. പക്ഷേ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പോയ സീസണിലെ പ്രകടനങ്ങൾ പരിഗണിച്ചിട്ടാണ് ഈ സംഭവം ഈ ഫിഫ ബെസ്റ്റ് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോയ സീസണിൽ ഇപ്പോൾ ഹുലിൻ ആൽവാരസ് എന്ത് പ്രത്യേകതയാണ് പുറത്തെടുത്തത് എന്നറിയില്ല. ഏതായാലും അദ്ദേഹം ലിസ്റ്റിലില്ല. കാരണം ഇത് ഇപ്പം ബാലൻഡിയോർ പോലെ 10-30 പേരുടെ നോമിനേഷൻ ലിസ്റ്റൊന്നുമില്ല. വളരെ ശുഷ്കമായിട്ടുള്ള നോമിനേഷൻ ലിസ്റ്റാണുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹം ഇല്ല. ഇപ്പം ഫിഫ മെൻസ് പ്ലെയർ നോമിനീസിൽ വന്നത് ഒസ്മാൻ ഡംബലെ, അഷ്റഫ് ഹക്കീമി, ഹാരി കെയ്ന്, കിലിയൻ എംബാപ്പെ, ന്യൂനോ മെൻഡസ്, കോൾ പാൽമർ, പെഡ്രി, റാഫീഞ്ഞ, മോസല, വിറ്റീഞ്ഞ, ലാമിൻ യമാൽ എന്നുള്ളതാണ്. ഒരു 10-11 പേരുടെ മാത്രം ഒരു നോമിനേഷൻ ലിസ്റ്റാണ്. അപ്പോൾ ഈ പറഞ്ഞവരൊക്കെ പോയ സീസണിൽ മികച്ച പ്രകടനം നടത്തിയവരുമാണ്. അപ്പോൾ ഇവരിൽ ആരും ഒഴിവാക്കി ഇപ്പോൾ ഈ പറയുന്ന ഹുലിയനെ ചേർക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ. പിന്നെ ഫിഫ ബെസ്റ്റ് മെൻസ് 11 ആ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അതിൽ കൂടുതൽ പേർക്കൊക്കെ നോമിനേഷനൊക്കെ ഉണ്ട്. ഫോർവേഡ്മാരുടെ നോമിനേഷൻ നമ്മൾ നോക്കുമ്പോൾ ഉള്ളത് സലേം അൽ ദൗസാരി, സൗദി അറേബ്യൻ താരം. അപ്പോൾ ബ്രാഡ്ലി ബർക്കോള, ഒസ്മാൻ ഡംബലെ, ഡെസിയഡു, സെറോ ഗിറാസി, വിക്ടർ ഗ്യോക്കറസ്, എളിങ് ഹാലൻഡ്, ലൂയിസ് എൻറിക്കെ, അലക്സാണ്ടർ ഐസക്, ഹാരി കെയ്ന്, കിച്ച കാർഡസ്കേലിയ, റോബർട്ട് ലെവൻഡോസ്കി, ലൗട്രോ മാർട്ടിനസ്, കിലിയൻ എംബാപ്പെ, ലിയോ മെസ്സി, ജാവോ പെഡ്രോ, റാഫീഞ്ഞ, മാറ്റിയോ റെറ്റഗി, ക്രിസ്ത്യാനോ റൊണാൾഡോ, മോസല, വിനി ജൂനിയർ, ലാമിൻ യമാൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലിസ്റ്റിൽ എന്തായാലും ഹുലിൻ ആൽവാരസ് ഒരു ഇടം അർഹിച്ചിരുന്നു എന്നതൊരു യാഥാർത്ഥ്യവുമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.